റാപ്സഡി ഓഫ് റിയാലിറ്റീസ് മാർച്ച് 24, 2025. കർത്താവിൽ നാം നീതിമാന്മാരും ദൈവത്തിൻ്റെ നീതി തന്നെയും ആയിത്തീർന്നിരിക്കുന്നു. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ജഡത്തിൽ ശിക്ഷ വിധിച്ചു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം. ന്യായപ്രമാണത്തിലൂടെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മോശയ്ക്ക് വ്യക്തമായ വെളിപ്പാട് ലഭിച്ചു. മോശെ അത് വളരെ ഗഹനമായ രീതിയിൽ വിശദീകരിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിലെ ചില ഭാഗങ്ങളിൽ നാം വായിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ ന്യായപ്രമാണത്തെ നോക്കി അത്ഭുത പരവശനാകുന്ന മോശെ ജാതികളുടെ തുലനം ചെയ്യുമ്പോൾ അതിൻ്റെ അതുല്യതയെ പ്രകീർത്തിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണവും പോലെ ഇത്ര നീതിയുടെ ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെ സൗന്ദര്യത്താൽ മോശയുടെ ഹൃദയം സ്പർശിക്കപ്പെട്ടു. അത് അനുസരിക്കേണ്ട നിയമങ്ങളുടെ ഒരു ഭാരമായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ അത്ഭുതകരമായ നീതിയുടെ പ്രതിഫലമായിട്ടാണ് അദ്ദേഹം കണ്ടത്. കൽപ്പനകൾ പാലിക്കുന്നത് അവരുടെ നീതിയായിരിക്കുമെന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവൻ്റെ മുൻപാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. പിന്നീട് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ മോശെ ഈ സത്യം കൂടുതൽ ഊന്നിപ്പറഞ്ഞു. മോശെ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്ന് ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. അവൻ ന്യായപ്രമാണത്തെ ജീവനായി കരുതുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പുതിയ നിയമം സമാനമായ ഒരു വീക്ഷണകോൺ വെളിപ്പെടുത്തുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഈ നീതിയുടെ നിവൃത്തി ക്രിസ്തുവിലൂടെ നിവൃത്തിയാക്കപ്പെട്ടതായി നാം കാണുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. മോശെ മഹത്വകരവും മനോഹരമായി കരുതിയ ന്യായപ്രമാണത്തിൻ്റെ നീതി ആത്മാവിനെ പിന്തുടരുന്ന നമ്മിൽ ഇപ്പോൾ നിവൃത്തിയാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതി നമ്മിലൂടെയാണ് പ്രകടമാകുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ നാം ഈ നീതിയും സമാധാനവും സന്തോഷവും ലോകമെമ്പാടും സകലരിലേക്കും പകരുന്നു. നിങ്ങൾ എവിടേക്ക് കടന്നു ചെന്നാലും നിങ്ങൾ എത്തുമ്പോൾ നീതിയും നിങ്ങളോടൊപ്പം അവിടെ എത്തുന്നു. ഒരിടത്ത് കാലെടുത്ത് വയ്ക്കുമ്പോൾ സമാധാനം നിങ്ങളോടൊപ്പം എത്തുന്നു. നിങ്ങൾ ഒരിടത്ത് സന്നിഹിതനായിരിക്കുമ്പോൾ സന്തോഷം അവിടെ വെളിവാകുന്നു. ദൈവരാജ്യത്തിൻ്റെ അംബാസഡറായ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഈ സവിശേഷതകളെ നിങ്ങളുടെ ചുറ്റും വ്യാപിപ്പിക്കേണ്ടവരാണ് എന്ന കാര്യം എല്ലായ്പ്പോഴും നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, വചനത്തിലൂടെ അങ്ങയുടെ നീതി വെളിപ്പെടുത്തിയതിനും ക്രിസ്തുവിലൂടെ അത് ഞങ്ങൾക്ക് നിവർത്തിച്ചു നൽകിയതിനും നന്ദി. ഞാൻ പരിശുദ്ധാത്മ തലത്തിൽ ജീവിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിൽ ലഭ്യമായിട്ടുള്ള ജീവനും മഹത്വവും എൻ്റെ ചുറ്റുമുള്ളവർക്ക് വെളിപ്പെടുത്തുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ വചനമാണ് എൻ്റെ ജീവൻ. അത് എനിക്ക് മറ്റെന്തിനേക്കാളും വിലയേറിയതാണ്. അവിടുത്തെ നീതിയുള്ള ജീവനുള്ള പ്രകടനമായി എന്നെ മാറ്റിയതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ആമേൻ. തുടർ പഠനത്തിന് സങ്കീർത്തനങ്ങൾ 19 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 3 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ.